പക്ഷെ എന്നെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്തത് ഇതിൻ്റെ തുടക്കത്തിലുള്ള ആ ബൈക്ക് റാലിയാണ്. പണ്ടൊക്കെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പണ്ടൊക്കെ ട്രിവാൻഡ്രത്ത് ഒരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ച് പോകുന്നത് കണ്ടാൽ കണ്ണുരുട്ടി നോക്കുന്ന ആൾക്കാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂട്ടറിൽ വരുന്ന 1-2 പേരുണ്ടാവും കോളേജിൽ. ഓഫീസിൽ എത്തിക്കഴിഞ്ഞ സമയത്തും അത് തന്നെയായിരുന്നു. ഒരാളായിരുന്നു എൻ്റെ ഓർമ്മയിലുള്ളത് 2 വീലർ ഓടിച്ചു വരുന്നത്. അവരെ തന്നെ വളരെ അത്ഭുതത്തോടെ നോക്കുന്ന സ്ത്രീകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ ശത്രു എന്ന് പറയുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. ഒരു പെണ്ണ് രാത്രി വണ്ടി ഓടിച്ചു പോയാൽ അല്ലെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് നടന്നാൽ ആദ്യം ഇവൾക്ക് വേറെ പണിയില്ലേ എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. പുരുഷന്മാർ രണ്ടാമതേ പറയാറുള്ളൂ. അപ്പോൾ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് ഏറ്റവും ആവശ്യം സ്ത്രീകളുടെ സപ്പോർട്ട് തന്നെയാണ്. ഈ പെൺകുട്ടികൾ ബൈക്ക് റാലിയിൽ ഉദയ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയല്ലേ, അവിടെ നിന്ന് തുടങ്ങി കനകക്കുന്നിൽ അവസാനിച്ചു. അപ്പോൾ അത് വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികളിൽ വളരെ വളരെ യൂണിക്കായ ഒരു പരിപാടിയായി തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ വിചാരിച്ചു ഈ റൈഡേഴ്സിനെ ഒന്ന് കാണാം എന്ന് കരുതിയാണ് ഇവിടെ എത്തിയത്. വളരെ ചലഞ്ചസ് നേരിട്ട പല വ്യക്തികളും ഇവിടെ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച പലരെയും നമ്മളിവിടെ ആദരിക്കുന്ന ചടങ്ങ് കണ്ടു. ഇതെല്ലാം കണ്ട് നിങ്ങൾ എല്ലാവരുടെയും സംസാരമൊക്കെ കേട്ട് വളരെ ബോറടിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ വനിതാ ദിനത്തിനെ കുറിച്ച് ഇനി കൂടുതലായി എന്തെങ്കിലും പറഞ്ഞാൽ അത് ക്ലീശയായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇപ്പോൾ സ്ത്രീകൾക്ക് എല്ലാ സമത്വവുമുണ്ട്, എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. വനിതകൾ എന്താകണമെന്ന് സ്വയം വിചാരിക്കുന്നു, അതിലേക്ക് എത്തപ്പെടാൻ കഴിയുമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിനൊന്നും സാധിക്കാത്ത ഒരു വിഭാഗവും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ എലൈറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കായിരിക്കും ഒരുപക്ഷെ ഇതൊക്കെ സാധ്യമാവുക. ഗിരിജ ടീച്ചർ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ പങ്കാളികളുടെ സപ്പോർട്ട്, എവിടെ നിന്നെങ്കിലും ഒരു സപ്പോർട്ട് അവർക്കൊക്കെ ഉണ്ടാകുന്നുണ്ടാവും. ഇതൊന്നും ഇല്ലാതെ ലോവർ മിഡിൽ ക്ലാസ്സിലും അതിൻ്റെയും താഴെയുള്ള ലോവർ ക്ലാസ്സിലുമുള്ള സ്ത്രീകൾ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ സ്ത്രീകളെ കൂടി ഈ ഉയർച്ചയുടെ പടവുകളിലേക്ക് എത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഇതുപോലെ മെട്രോ മീഡിയ പോലുള്ള ഏജൻസികൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും സ്ത്രീകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉന്നമനത്തിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കൈപിടിച്ചുയർത്താൻ ആരുമില്ലാത്ത കുറേ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ഒരാളിനെയെങ്കിലും കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അവരെ കൂടി ഈ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ വനിതാ ദിന ആചരണങ്ങളുടെ പ്രയോജനം അല്ലെങ്കിൽ അതിന്റെ ഉന്നമനം നമ്മൾ കാണുന്നത്. നമ്മൾ സാധാരണയായിട്ട് എല്ലാ വർഷവും വനിതാ ദിനം ആചരിക്കാറുണ്ട്. എല്ലാവരും ഒത്തുകൂടുന്നു, കുറെ പരിപാടികൾ നടത്തുന്നു, എന്നിട്ട് പലരും പല വഴിക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ദിനത്തിൽ ഒതുങ്ങാതെ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാനസികമായിട്ടെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തന്നെയായിരിക്കും സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ.